Hello everyone, welcome back to it. So multivariable സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. കഴിഞ്ഞ മൊഡ്യൂളിൽ പ്ലെയിൻസിനെ കുറിച്ചും അതിലുള്ള കേർവ്സിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ഫങ്ഷൻസിനെ കുറിച്ച് മൾട്ടിവേരിയബിളിൽ വരുന്ന ഫങ്ഷൻസും അതിൻ്റെ ഡൊമൈൻസും അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻസിയേഷനും അതിൻ്റെ അപ്ലിക്കേഷൻസ് സൈഡും ഒക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. സോ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആൻഡ് വേരിയബിൾസ് ആണ്. സപ്പോസ് d is a set of n tuples of real numbers. A real valued function f on d is a rule that assigns a real number w is equal to f of x1, x2, xn to each element in d. The set d is the function's domain. The set w values taken on by f is the function's range. The symbol w is the dependent variable of f, and f is said to be a function of an independent variable x1 to xn. We also call the x function x is the function's input variable and call w as the function's output variable. So ഒരു ഡി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അതായത് x1, x2, എക്സെട്ര xn എന്ന് വരെ വരുന്ന റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിക്കകത്ത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ ചെയ്യാണ്. ആ ഫംഗ്ഷൻ്റെ പേര് w is equal to f of x1, x2, എക്സെട്ര xn ആണ്. അതായത് w is equal to f of x1, x2, എക്സെട്ര xn. x1 to xn എന്ന് പറയുന്ന കുറച്ച് റിയൽ നമ്പേഴ്സാണ്. എഫ് എന്ന് പറയുന്നത് ആ റിയൽ നമ്പേഴ്സിലുള്ള ഒരു ഫംഗ്ഷനാണ്. അതല്ലെങ്കിൽ ഈ റിയൽ നമ്പേഴ്സ് വരുന്ന ഡി എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ആ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡി അതായത് x1 to xn വരെ വരുന്ന ഈ റിയൽ വേരിയബിൾസിൻ്റെ സെറ്റായിട്ടുള്ള ഡിയെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കും. ആൻഡ് ഡബ്ല്യുവിൽ നമുക്ക് ലഭിക്കുന്ന വാല്യൂസ് എന്താണോ അതിനെ ആ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് വിളിക്കും. ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ആൻഡ് എഫ് എന്ന് പറയുന്നത് x1 to xn വരെ വരുന്ന n ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതായത് ഈ ഒരു ഇക്വേഷനകത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. അതായത് x1 to xn വരെ വരുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്, ഈ ഡബ്ല്യു നിൽക്കുന്നത്. അപ്പോൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ആൻഡ് x1 to xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. സോ ഈ x1 to xn നമ്മളത് ഔട്ട്പുട്ടായിട്ടും ഒരു ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് x1 to xn വരെ വരുന്ന ഈ വേരിയബിൾസിനെയും ഈ ഡബ്ല്യു എന്ന് പറയുന്ന വേരിയബിളിനെ x1 to xn ഇൻപുട്ടായിട്ടും ഡബ്ല്യു എന്ന് പറയുന്ന വേരിയബിളിനെ ഔട്ട്പുട്ട് വേരിയബിളായിട്ടും നമുക്ക് കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കോ. ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിരിക്കുകയാണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് is equal to root of x square plus y square plus z square at the point 3,0,4. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് 3 വേരിയബിളാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ x1, x2, xn പോലെ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണുള്ളത്. ഏതൊക്കെയാണ് എക്സ്, വൈ, സെഡ്. അതിൻ്റെ വാല്യൂ, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ അതിനെ 3,0,4 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എക്സ് വൈ സെഡ് 3,0,4 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് 3,0,4 is equal to റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അതായത് എക്സിന് വാല്യൂ 3 ഇട്ട് കൊടുക്കുക, വൈൻ്റെ ഭാഗത്ത് 0 ഇട്ട് കൊടുക്കുക, സെഡിൻ്റെ ഭാഗത്ത് 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് 3,0,4 is equal to റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 0 സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ 4 സ്ക്വയർ is equal to റൂട്ട് 25 equal to 5 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ നോർമലി സിംഗിൾ വേരിയബിൾ ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ മാത്രം ചിലപ്പോൾ നമുക്ക് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫംഗ്ഷൻ ഉണ്ടാവുക. ഇവിടെ അതിന് പകരം എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് 3 വേരിയബിൾ ഉണ്ടാകും. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ വാല്യൂ, വൈൻ്റെ സ്ഥാനത്ത് വൈൻ്റെ വാല്യൂ, സെഡിൻ്റെ സ്ഥാനത്ത് സെഡിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അതാണ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ദെൻ ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ
മോർ ദാൻ വൺ വേരിയബിൾ വരുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തായിരിക്കും നോക്കാം. സോ ഇൻ ഡിഫൈനിങ് ഫംഗ്ഷൻസ് ഓഫ് മോർ ദാൻ വൺ വേരിയബിൾ വി ഫോളോ ദ യൂഷ്വൽ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഡിംഗ് ഇൻപുട്സ് ദാറ്റ് ലീഡ്സ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഓർ ഡിവിഷൻ ബൈ സീറോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമൽ വേരിയബിൾസിൻ്റെ ഔട്ട്പുട്ട് ഡൊമൈൻ ചെയ്യുമ്പോൾ തന്നെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് റിസൾട്ട് കിട്ടുമെങ്കിൽ മാത്രം നമ്മൾ ആ വാല്യൂവിനെ ഡൊമൈനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇല്ല. ഇപ്പോൾ ഒരു റൂട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് -1 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. അത് കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൂട്ട് എക്സിൽ -1 ഡൊമൈനിൽ വരില്ല. പകരം നമ്മൾ 0 to ∞ ആണ് അതിൻ്റെ ഡൊമൈൻ കണക്കാക്കുക, റൂട്ട് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 0 വരും. 1/x ഒക്കെ ആണെങ്കിൽ നമ്മൾ 0 അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ to 0 and 0 to ∞. അത് 0 എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വരുന്ന റിയൽ നമ്പേഴ്സാണ് 1/x ഡൊമൈൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഡിവിഷൻ ബൈ 0 0യോ അല്ലെങ്കിൽ ലീഡ്സ് ടു കോംപ്ലക്സ് നമ്പേഴ്സോ എക്സ്ക്ലൂഡ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഡൊമൈനായിട്ട് ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷനിൽ കണക്കാക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇൻ f of x y is equal to root of y minus x square, y cannot be less than 0. In f of x y is equal to root of y minus x square വൈക്ക് എന്താ കഴിയില്ല, ലെസ് ദാൻ 0 ആണ് കഴിയില്ല. കാരണം ലെസ് ദാൻ 0 വന്നാൽ മൈനസ് വാല്യൂ ഒരു കോംപ്ലക്സ് നമ്പറിലേക്ക് ലീഡ് ചെയ്ത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ എന്താണ്, ഈ ഒരു ഫംഗ്ഷനകത്ത് റൂട്ട് വൈ മൈനസ് എക്സ് സ്ക്വയറിൽ ഡൊമൈനകത്ത് y ലെസ് ദാൻ 0 ആകാൻ പാടില്ല. ആൻഡ് ഇൻ 1/xy എന്ന് പറയുന്ന ഫംഗ്ഷനിൽ xy എന്താകാൻ പാടില്ല, കാനോട്ട് ബൈ 0 ആകാൻ പാടില്ല. xy 0 അല്ലാത്ത എല്ലാ വാല്യൂസും എന്തായിരിക്കും, ഇതിൻ്റെ ഡൊമൈൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ്, 2 വേരിയബിൾസിൻ്റെ ഫംഗ്ഷൻസ് ആണ്. w is equal to root of y minus x square. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്, ഇവിടെ റൂട്ട് ഓഫ് y മൈനസ് എക്സ് സ്ക്വയർ, അതായത് ഇവിടെ പോസിബിൾ എക്സ്ക്ലൂഡ് ആവേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് y മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 ആണ് വേണ്ടത്. y മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 ആകാൻ പാടില്ല. അല്ലെങ്കിൽ എന്താണ്, y മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഇവിടെ എന്തായിരിക്കണം, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയിരിക്കണം. അതാണിത് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഞ്ച് എങ്ങനെയായിരിക്കും വരിക, റൂട്ട് വാല്യൂ ആണല്ലോ. റൂട്ട് വാല്യൂ ആകുമ്പോൾ എന്തായാലും മൈനസ് വരില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും 0 to ∞ വരെ അതിൻ്റെ വാല്യൂസ് വരുന്നതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ 1/xy ആണെങ്കിലോ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡിവിഷൻ ബൈ 0 ആകാൻ പാടില്ല. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, xy നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള എല്ലാ വാല്യൂസും അതിൻ്റെ ഡൊമൈൻ ആയിരിക്കും. ഡൊമൈൻ എന്ന് പറയുന്നത് xy നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ 1/xy എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്ത് വരാം, മൈനസ് വാല്യൂസ് ഒന്നും ഇവിടെ 1/xy മൈനസ് വാല്യൂ വന്നാൽ എന്തായി, -∞ to 0 വരെ വരാം ആൻഡ് 0 to ∞ വരെയും വരാം. അതാണ് -∞ to 0 യൂണിയൻ 0 to ∞. അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് വരില്ല. കാരണം അതെന്താണ്, 1/0 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് -∞ to 0, 0 to ∞. ആൻഡ് w is equal to sin x y എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സുള്ള ഡിവിഷൻ ബൈ 0 എന്ന കേസൊന്നുമില്ല. അപ്പോൾ എൻ്റെ പ്ലെയിൻ വരാം. റേഞ്ച് എന്ന് പറയുന്നത് സൈനിൻ്റെ റേഞ്ച് ആയിരിക്കും. സൈനിൻ്റെ റേഞ്ച് എന്താണ്, -1 to 1 ആണ്. അപ്പോൾ w is equal to sin x y എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് അതിൻ്റെ എൻ്റെ പ്ലെയിൻ ആയിരിക്കും. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആയിരിക്കും. ആൻഡ് ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസിൽ ഇവിടെ റൂട്ട് ഓഫ് x² + y² + z² നമുക്ക് എങ്ങനെയും വന്നൂടെ. കാരണം
സ്ക്വയർ ആണ്, എന്തായാലും എന്ത് ആവില്ല, സ്ക്വയർ വൈ സ്ക്വയർ സെറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ എന്തായാലും പോസിറ്റീവ് ആവുള്ളൂ, നെഗറ്റീവ് ആകില്ല. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്ന അല്ലെങ്കിൽ മൈനസ് ആവുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല. അപ്പോൾ എന്താണ്, ആ ഒരു ഫംഗ്ഷനകത്ത് ഡൊമൈൻ എൻറ്റയർ സ്പേസ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് റൂട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂട്ടിന് നെഗറ്റീവ് വാല്യൂസ് വരില്ല. അപ്പോൾ 0 to ഇൻഫിനിറ്റി വരെ റേഞ്ച് വരാം. ആൻഡ് 1/x² പ്ലസ് y² പ്ലസ് z² ആണ്. ഇത് 0 ആണെങ്കിൽ എന്താണ്, x² പ്ലസ് y² പ്ലസ് z² ആണെന്നുണ്ടെങ്കിൽ x² y² z, 3 പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും അല്ലേ. അപ്പോൾ അതിന് 0 ആണ്, എന്ത് ചെയ്യണം, 3 പോയിന്റ്സ് 0 ആണ്. അപ്പോൾ xyz നോട്ട് ഈക്വൽ ടു 0 0 ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഡൊമൈനാണ്. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെ പോസിറ്റീവ് സംഖ്യ മാത്രം, പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും താഴെ വരുന്നത്. അപ്പോൾ 1 ഒരു പോസിറ്റീവ് സംഖ്യ ഡിനോമിനേറ്ററിൽ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ റേഞ്ച് പോകുന്നത്, 0 to ഇൻഫിനിറ്റിയോടെ ആയിരിക്കും പോകുന്നത്. Then interior points and boundary points. So ഇത്രയേ ഉള്ളൂ. ഒരു പോയിന്റ് x0 y0 in a region R in the xy plane is an interior point of R if it is the center of a disk that lies entirely in R. A point x0 y0 is a boundary point of R if every disk centered at x0 y0 contains points that lies outside of R as well as points that lies in R. സോ ഒരു ആർ എന്ന് പറയുന്ന ഒരു പ്ലെയിനിനകത്ത് ആർ എന്ന് പറയുന്ന റീജിയൻ ആണിത്. ഈ ഒരു റീജിയനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, അതാണ് x0 y0. ആ പോയിന്റിനെ സെൻറ്റർ ആയിട്ട് നമ്മളൊരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. ആ സർക്കിളിനകത്ത് വരുന്ന പോയിന്റ്സ് എല്ലാം തന്നെ ഈ ആർ എന്ന് പറയുന്ന ആ റീജിയനകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ x0 y0 എന്ന് പറയുന്ന പോയിന്റിനെ ഇൻറ്റീരിയർ പോയിന്റ് എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ബൗണ്ടറി പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തരത്തിൽ തന്നെ ഒരു x0 y0 ഒരു ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ, ഒരു ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനകത്ത് ഒരു പോയിൻ്റാണ് x0 y0. ആൻഡ് ഈ x0 y0 സെൻറ്റേഡ് ആയിക്കൊണ്ടൊരു ഡിസ്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനകത്ത് വരുന്ന പോയിൻറ്റ്സ് ചിലത് ബൗണ്ടറിക്കകത്തും ഈ ഒരു റേഞ്ചിനകത്തും ഈ ഒരു റേഞ്ചിന് പുറത്തും പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ഈ ഡിസ്ക് വരുന്ന പോയിൻറ്റ്സ് ചിലത് ഈ റേഞ്ചിനകത്താണ്, ചിലത് റേഞ്ചിന് പുറത്താണ് എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നമ്മൾ ബൗണ്ടറി പോയിന്റ് എന്ന് പറയും. അതായത് ഇത്രയേ ഉള്ളൂ. ആ റേഞ്ചിനകത്ത് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ഒരു പ്ലെയിനിലെ ഒരു റീജിയൻ, ആ റീജിയനകത്ത് x0 y0 ആൻഡ് അതിനോട് ചുറ്റി നിൽക്കുന്ന പോയിന്റ്സ് എല്ലാം തന്നെ ആ റീജിയനകത്ത് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയും. ആൻഡ് അതിനകത്ത് ആ പോയിന്റ്സിലെ അല്ലെങ്കിൽ ഈ x0 y0 എന്ന് പറയുന്ന പോയിന്റുമായി ബന്ധപ്പെട്ട ഡിസ്കിലെ പോയിന്റ്സിൽ ചിലത് പുറത്തും ചിലത് അകത്തും, അതായത് ഇത്തരത്തിൽ നമ്മുടെ ഒരു ആ റീജിയൻ്റെ ബൗണ്ടറി ലൈനിലോട്ട് x0 y0 വരികയാണെങ്കിൽ ഇപ്പോൾ എന്തായി, ഇവിടെ ഡിസ്കിൽ നിന്നും കുറച്ച് പോയിന്റ്സ് റീജിയനകത്താണ്, കുറച്ച് പോയിന്റ്സ് റീജിയന് പുറത്താണ്. അങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സിന് ബൗണ്ടറി പോയിന്റ്സ് എന്നും പറയും. So the interior point of a region as a set make up the interior of the region. The region's boundary points make its boundary. A region is open if it consists entirely of interior points. A region is closed if it contains all of its boundary points. സോ അങ്ങനെ ഒരു റീജിയനകത്ത് ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ ഒരു സെറ്റ്, ആ ഒരു ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ സെറ്റ് ഈ ഒരു പ്ലെയിനകത്ത് ആ റീജിയൻ്റെ ഇൻറ്റീരിയറിനെ മേക്ക് ചെയ്യും. ആൻഡ് ബൗണ്ടറി പോയിൻറ്റ്സിൻ്റെ സെറ്റ് ആ റീജിയൻ്റെ ബൗണ്ടറി പോയിൻ്റ് അല്ലെങ്കിൽ ബൗണ്ടറി ലൈനിനെ ക്രിയേറ്റ് ചെയ്യും. സോ ആ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താണ്, അതിന് മുമ്പായിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് പറയാം. എ റീജിയൻ ഈസ് ഓപ്പൺ,
ഒരു റീജിയൺ ഓപ്പൺ ആണെന്ന് പറയുന്നത് ആ റീജിയണിൽ എൻ്റയർ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആകുമ്പോഴായിരിക്കും. ആൻഡ് റീജിയൻ ഇസ് ക്ലോസ്ഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ആൾ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിൻറ്റ്സ്. അതായത് ഒരു റീജിയൻ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത് ആ റീജിയനകത്ത് എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയും. ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ റീജിയൻ ആണത്. അതായത് ഈ റീജിയനകത്ത് നമുക്ക് ബൗണ്ടറി പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ലൈൻ വരണം അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഈ ഒരു എൻ്റയർ പ്ലെയിനിൻ്റെ ഈ കാണുന്ന എൻ്റയർ പ്ലെയിനിൻ്റെ വരുന്ന ആ റീജിയനിൽ വരുന്നതാണ്. സോ എന്താണ്, ഇതിനകത്ത് വേറെ ബൗണ്ടറി പോയിൻറ്റ്സ് ഒന്നുമില്ല, അതിനകത്ത് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് ഓപ്പൺ എന്ന് പറയാം, ഈ ഓപ്പൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയാം. ആൻഡ് ഇതിനോട് എടുത്താണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഒരു ബൗണ്ടറി ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ഓരോ ബൗണ്ടറി പോയിൻറ്റ്സും കൺസിസ്റ്റ് ചെയ്ത് വരുന്ന സെറ്റാണ് ഈ ഒരു ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ബൗണ്ടറി ലൈൻസും വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബൗണ്ടറി പോയിൻറ്റ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബൗണ്ടറി ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, ക്ലോസ്ഡ് യൂണിറ്റ് ഡിസ്ക് എന്ന് പറയും. ആൻഡ് അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ബൗണ്ടറി റീജിയൻ ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ ഇരുന്ന ഒരു റീജിയൻ ബൗണ്ടഡ് ആണെന്ന് പറയുന്നത്. എ റീജിയൻ ഇൻ ദ പ്ലെയിൻ ഇസ് ബൗണ്ടഡ് ഇഫ് ഇറ്റ് ലൈസ് ഇൻസൈഡ് എ ഡിസ്ക് ഓഫ് ഫിക്സ്ഡ് റേഡിയസ്. എ റീജിയൻ ഇസ് അൺബൗണ്ടഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ്. ഒരു ഫിക്സ്ഡ് റേഡിയസിൽ വരുന്ന ഒരു ഡിസ്കിനകത്താണ് നമ്മുടെ ഈ റീജിയൻ ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീജിയൻ ഉള്ളത് ഒരു ഫിക്സ്ഡ് റേഡിയസ് ഉള്ള ഒരു ഡിസ്കിനകത്താണ്, ഇൻസൈഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീജിയനെ നമ്മൾ ബൗണ്ടഡ് ആണ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ റേഡിയസിൻ്റെ കേസിലൊക്കെ വന്ന പോലെ തന്നെ ആ റേഡിയസ് എന്താണ്, ആ റേഡിയസിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് ആ ഒരു റീജിയൻ വരുന്നത്. അപ്പോൾ എന്താണ്, അതൊരു ബൗണ്ടഡ് റീജിയൻ ആണെന്ന് പറയാൻ പറ്റും. അത്തരത്തിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുക, ലൈൻ സെഗ്മെൻറ്റ്സ്, ബൗണ്ടറി സെറ്റ്സ് ഇൻ ദ പ്ലെയിനിൽ ലൈൻ സെഗ്മെൻറ്റ്സ്, ട്രയാങ്കിൾസ്, ഇൻറ്റീരിയർ ഓഫ് ട്രയാങ്കിൾസ്, റെക്ടാങ്കിൾസ്, ഡിസ്ക്സ്, ഇതൊക്കെ എന്താണ്, ഒരു റീജിയനിലാണ്. ഒരു ട്രയാങ്കിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്ലെയിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു ബൗണ്ടറി ലൈൻ അല്ലേ, ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ബൗണ്ടറി ലൈനിലാണ് നമ്മുടെ റീജിയൻ വരിക. അതുപോലെ തന്നെ ഇനി റെക്ടാങ്കിൾസിൻ്റെ കേസിലാണെങ്കിലും ഈ ഒരു ബൗണ്ടറി ലൈനിലോട്, അല്ലെങ്കിൽ ഇത്രയും ബൗണ്ടറി പോയിൻറ്റ്സിൻ്റെ സെറ്റിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഫിക്സ്ഡ് റേഡിയസ് വരുന്ന ഈ ഒരു ഡിസ്കിനകത്താണ് നമ്മുടെ റീജിയൻ വരുന്നത്. അപ്പോൾ എന്താണ്, ഈ റീജിയൻ എന്താണ്, ഒരു ബൗണ്ടറി റീജിയൻ ആണ് പറയുന്നത്. ഇനി ഒരു അൺബൗണ്ടഡ് റീജിയൻ, അല്ലെങ്കിൽ അൺബൗണ്ടഡ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ കേൾക്കില്ല. ഇവിടെ ലൈൻസ്, കോർഡിനേറ്റ് ആക്സിസ്, ദ ഗ്രാഫ് ഓഫ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ഇൻഫിനിറ്റ് ഇൻ്റർവെൽസ്, ക്വാഡ്രൻസ്, ഹാഫ് പ്ലെയിൻസ്, ദ പ്ലെയിൻ ഇറ്റ് സെൽഫ്. ഒരു പ്ലെയിനകത്ത് ഇറ്റ് സെൽഫ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഒരു ബൗണ്ടറി ലൈൻസ് ഒന്നുമില്ല, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയസ് ഒന്നുമില്ല. അപ്പോൾ എന്താണ്, റേഡിയസ് എന്ന് പറയുമ്പോൾ ഒരു ബൗണ്ടറി ആയിട്ടുള്ളൊരു പോയിൻറ്റ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതെന്തല്ല, ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് അല്ല, ഇത് അൺബൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഇൻഫിനിറ്റ് ഇൻ്റർവെൽസ്. ഇപ്പോൾ ഒരു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഇൻ്റർവെല്ലിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു റേഡിയസ്, ഈ ഒരു ഡിസ്ക് എന്താകുന്നില്ല, ക്ലോസ്ഡ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇതൊരു ഫിക്സ്ഡ് റേഡിയസിലല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതും ഒരു അൺബൗണ്ടഡ് സെറ്റാണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് റീജിയൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയർ പോയിൻ്റ് ആൻഡ് ബൗണ്ടറി പോയിൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻറ്റ്സ് എക്സ് നോട്ട്, വൈ നോട്ട്, സെഡ് നോട്ട്, അല്ലെങ്കിൽ എക്സ് നോട്ട്, വൈ നോട്ട് എന്താ ആയിക്കോട്ടെ, എക്സ് നോട്ട്, വൈ നോട്ട്, സെഡ് നോട്ടിൻ്റെ
എന്ന് പറയുന്നൊരു പോയിന്റ്, ആ പോയിന്റ് സെൻറ്ററായിട്ട് വരുന്ന ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു ബോൾ, ആ ബോളിലെ എല്ലാ പോയിന്റ്സും റീജിയനകത്താണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നമ്മൾ ബൗണ്ടറി പോയിന്റ് എന്ന് പറയും. ആൻഡ് ഇനി ആ പോയിന്റ്സ് ആ ഡിസ്കിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ബോളിനകത്ത് വരുന്ന എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് സെൻറ്ററായിട്ട് വരുന്ന ആ ഒരു ഡിസ്ക് അല്ലെങ്കിൽ ആ ബോളിനകത്ത് വരുന്ന പോയിന്റ്സിൽ ചിലത് ഇന്ത്യയിലെ നമ്മുടെ റീജിയനകത്തും ചിലത് റീജിയന് പുറത്തുമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെ ബൗണ്ടറി പോയിന്റ്സ് എന്നാണ് പറയുക. ആൻഡ് ഈ ഇൻറ്റീരിയർ പോയിന്റ്സിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ റീജിയൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ആൻഡ് ബൗണ്ടറി പോയിന്റ്സ് സെറ്റിനെയാണ് നമ്മൾ റീജിയൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ആൻഡ് ഒരു റീജിയൻ ഓപ്പൺ ആണ് എന്ന് പറയുന്നത് ആ ഒരു റീജിയണിലെ കംപ്ലീറ്റ് പോയിന്റ്സ് ഇൻറ്റീരിയർ പോയിന്റ്സ് ആകുമ്പോഴാണ്. ആൻഡ് റീജിയൻ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത് അതിനകത്ത് ഒരു എൻറ്റയർ ബൗണ്ടറി ലൈൻ വരുന്ന ഒരു എൻറ്റയർ സെറ്റ് ഓഫ് ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാകുമ്പോഴായിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ സെറ്റ്സ് ഇൻ എ സ്പേസ്, ഓപ്പൺ ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സെറ്റ്സ് ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓപ്പൺ ബോൾസ്, the open half space set greater than 0, the first octant space itself. ഒരു ഓപ്പൺ ആയിട്ടൊരു ബോൾ അല്ലെങ്കിൽ ഹാഫ് സ്പേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലൊക്കെ വരുന്ന ഒരു ഹാഫ് സ്പേസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ്, അതുപോലെ തന്നെ സ്പേസ് ഇറ്റ്സെൽഫ് ഒക്കെയാണ് ഓപ്പൺ സെറ്റ്സിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ആൻഡ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ ലൈൻസ്, പ്ലെയിൻസ്, ക്ലോസ്ഡ് ബോൾസ്, ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, the first octant together with its bounding planes, space itself. ആൻഡ് ഓപ്പണും ക്ലോസ്ഡും അല്ലാത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എ ക്ലോസ്ഡ് ബോൾ വിത്ത് പാർട്ട് ഓഫ് ഇറ്റ്സ് ബൗണ്ടിങ് സ്ഫിയേഴ്സ് റിമൂവഡ്, solid cube with missing face, edge, the corner points. Then graphs and level curve of a function. As the set of points in a plane, the plane where a function f of xy has a constant value f of xy is equal to c is called level curve of f. ഒരു ഫംഗ്ഷൻ്റെ ലെവൽ കർവ് എന്ന് പറയുന്നത് ആ പോയിന്റ്സിനകത്ത്, അതായത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ, അതായത് എഫ് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്ന എക്സ് വൈ വാല്യൂസ് ഏതൊക്കെയാണോ ആ വാല്യൂസിൻ്റെ സെറ്റിനെയാണ് അല്ലെങ്കിൽ ആ പോയിന്റ്സിൻ്റെ സെറ്റിനെയാണ്, ആ വാല്യൂസിൻ്റെ പോയിന്റ്സിൻ്റെ സെറ്റ്, ആ സെറ്റിനെയാണ് നമ്മൾ ലെവൽ കർവ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഇൻ സ്പേസ് ഫോർ എക്സ് വൈ ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് ഇസ് കോൾഡ് ദ ഗ്രാഫ് ഓഫ് എഫ്. ദ ഗ്രാഫ് ഓഫ് എഫ് ഇസ് ആൾസോ കോൾഡ് ദ സർഫസ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഒരു പ്ലെയിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിനകത്ത് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് പോയിന്റ്സിനകത്ത് എക്സ് വൈ എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈനാണ്, അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ റിസൾട്ടാണ് എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് സെറ്റ്സിൻ്റെ സെറ്റ്, സ്പേസിനകത്തുള്ള പോയിന്റ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ സിംഗിൾ വേരിയബിൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് ഇതിനെ നമ്മൾ സർഫസ് സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് വിളിക്കും. നമുക്കതിനെ കുറച്ച് എക്സാമ്പിളൊക്കെ വെച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കുക, ഗ്രാഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് പ്ലോട്ട് ദി ലെവൽ കർവ്സ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 51, എക്സ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 75 in the domain of f in the plane. സോ ഒരു ഗ്രാഫ് എന്നിട്ടുണ്ട് 0 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതിൻ്റെ 0, 51, 75 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസിൽ വരുന്ന ലെവൽ കർവ്സിനെ പ്ലോട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫിൻ്റെ ഡൊമൈൻ നോക്കാം. ഡൊമൈൻ എന്താണ്, ഇവിടെ വേറെ കണ്ടീഷൻസ് ഒന്നും വരാനില്ല. സോ എൻ്റെ പ്ലെയിനായിട്ട് തന്നെ നമുക്ക്
ഡൊമൈന് കൊടുക്കാൻ. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. 0യിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള നമ്പർ മൈനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും റേഞ്ചിൽ വരുന്നത്. 0ക്ക് മുകളിൽ എന്തായാലും പോകില്ല, കാരണം അവിടെ പോസിറ്റീവ് വാല്യൂസാണ് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് the level curve f of xy is equal to 0 is a set of points that in the plane xy at which f of xy is equal to 0. f of xy is equal to 0 വരുന്ന xy values ആണ് ഈ ഫസ്റ്റ് ലെവൽ കർവിനകത്ത് വരുന്നത്. സോ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 0 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഇതിനകത്ത് ലെവൽ കർവ് കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണ് ഫസ്റ്റ് ലെവൽ കർവ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെൻറ്റേഡ് അറ്റ് ദ ഒറിജിൻ. ആൻഡ് ഇതെന്താണ്? ഒരു 10 റേഡിയസിൽ വരുന്ന, ഇവിടെ കണ്ടില്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ ആണ്. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയും ഇവിടെ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയറും എക്സ് സ്ക്വയർ മൈനസ് 0 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ. അതെന്താണ്? ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണല്ലോ. അതായത് റേഡിയസ് 10 വരുന്ന ഒറിജിൻ സെൻറ്ററായിട്ട് വരുന്ന ഒരു സർക്കിളാണ് എന്ത് വരുന്നത്, ഇവിടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിൻ്റെ പ്ലോട്ടിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു റേഡിയസ് ആണ്, 10 റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് 51 ലെവൽ കർവ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 51. ദാറ്റ് മീൻസ് എക്സ് 0 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 51. ദാറ്റ് മീൻസ് 0 minus 51 is equal to x square plus y square. So 49 is equal to x square plus y square. അപ്പോൾ ഇവിടെ എന്താണ്? x square plus y square equal to 49. That means x square plus y square equal to 7 square. 7 റേഡിയസ് ആയിട്ട് വരുന്ന ഒറിജിൻ സെൻറ്റേഡ് ആയിട്ട് വരുന്ന സർക്കിളാണ്. 7 റേഡിയസ് ഉള്ള ഒറിജിൻ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു സർക്കിളാണ് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 75 ഇതുപോലെ തന്നെ 0 minus 75 is equal to x square plus y square. That means x square plus y square equal to 25. അപ്പോൾ ഇവിടെ 5 റേഡിയസ് ആയിട്ട് വരുന്ന ഒറിജിൻ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ. ഓക്കെ, then contour lines. The curves in space in which the plane z is equal to cuts a surface z is equal to f of x y is made up of points that represent the function values f of x y is equal to c. It is called the contour line f of x y is equal to c to distinguish it from the level curve f of x y is equal to c in the domain of f. So ഒരു ഗ്രാഫിനകത്ത്, ഒരു മൾട്ടി വേരിയബിളിൻ്റെ ഗ്രാഫിനകത്ത് z ഒരു സ്പേസിലെ ഒരു പ്ലെയിൻ്റെ z is equal to c എന്ന് പറയുന്ന ഒരു പ്ലെയിൻ, അത്തരത്തിൽ കോൺസ്റ്റൻ്റ് വാല്യൂസ് വരുന്ന ലൈൻസിനെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു കർവിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു കോണ്ടൂർ ലൈൻ തന്നിട്ടുണ്ട്. ആ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 75 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസ് വരുന്ന പോയിൻറ്റ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളൊരു കർവാണ് അല്ലെങ്കിൽ ഒരു ലൈനാണ് ഈ ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് എൻ്റയർലി നമ്മുടെ ലെവൽ കർവ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 75 എന്ന് പറയുന്ന ലെവൽ കർവിനെ എബോ ആയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു സർക്കിളിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ലൈൻ വരുന്നത്. അങ്ങനെ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് വാല്യൂസ് വരുന്ന പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻസാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. Then level curves of functions of free variables.
സോ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസ് വരുന്ന പോയിൻറ്റ്സിനെയാണ് ലെവൽ കർവ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്ന സെറ്റ് ഓഫ് പോയിൻറ്റ്സിനെയാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഈ വേരിയബിൾസിൻ്റെ ലെവൽ കർവ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുക. ഡിസ്ക്രൈബ് ദ ലെവൽ കർവ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഈ ഒരു ഫംഗ്ഷൻ്റെ ലെവൽ കർവ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ദ വാല്യൂ ഓഫ് എഫ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ to the point xyz. Each level surface root of x square plus y square plus z square is equal to c. C greater than 0 is a sphere of radius c centered at the origin. So root of x square plus y square plus z square എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻ്റ് ആണ് അല്ലേ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 0 ഹോൾ സ്ക്വയർ ആണ് എന്ത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. സോ ഇതെന്ന് പറയുന്നത് ഒരു ഒറിജിനിൽ നിന്നുള്ള എക്സ് വൈ ഒരു പ്ലെയിനകത്ത് ഒറിജിനിൽ നിന്നുള്ള എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഡിസ്റ്റൻസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു സി സി ഗ്രേറ്റർ ദാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എക്സ് ആ പോയിന്റ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് ആയിരിക്കണം അല്ലേ. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ സി ആണെങ്കിൽ സി എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് ആയിരിക്കണം. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റേഡിയസ് എന്ന് പറയുന്നത് 1 2 3 എന്നിങ്ങനെയൊക്കെ വരിക. അപ്പോൾ അവിടെ സിയുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ ലെവൽ കർവ്സിലെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 അങ്ങനെ പോകുന്നതായിരിക്കും അതിൻ്റെ സി എന്ന് പറയുന്ന വാല്യൂ. സോ അത്രയും ഓർത്ത് വെക്കുക. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അടുത്ത വേറൊരു സെക്ഷനിലാണ് വരുന്നത്. ആ സെക്ഷനിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.